നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. പിടിവള്ളി എന്ന് പറയുന്ന ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതുവരെക്കായിട്ടും ആര് ജയിക്കും എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ധാരണയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോ അനുമോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ തോറ്റാലും നിനക്ക് ഞാൻ വിട്ടുതരത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ക്യാപ്റ്റൻസി കിട്ടിയില്ലെങ്കിലും ആര്യന് ഞാൻ ക്യാപ്റ്റൻസി വിട്ടുതരത്തില്ല. സാബുമോനാണെങ്കിൽ കുഴപ്പമില്ല, അവൻ ജയിച്ചാലും കുഴപ്പമില്ല, നിനക്ക് ഞാൻ വിട്ടുതരത്തില്ല, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ്, നിനക്ക് ക്യാപ്റ്റൻസി ആവാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്ന് ഈ പറയുന്ന അനുമോള് പറയുന്നുണ്ട്. അപ്പോ അവിടെ നമുക്കറിയാലോ, ഒരു കയറാണ്, 3 ഭാഗത്തായിട്ട് 3 പേരും പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്കിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ പുറത്താണ് എന്നുള്ളതാണ്. അപ്പോ ഇതുവരെ അങ്ങനെ അതുപോലെ ഫിസിക്കലായിട്ട് ആരോഗ്യപരമായിട്ടൊന്നും ആ ഒരു ടാസ്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്ന് ബിഗ് ബോസ് എടുത്തു പറയുകയും ചെയ്തു. അത് പിടിച്ചു വലിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പൊ ഇതുവരെ അങ്ങനെ ഒരു പിടിച്ചു പറയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. പലരും ഈ ടാസ്ക് ഒന്ന് ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ, അത് ആര്യനായിക്കോട്ടെ, പിന്നീട് നമ്മുടെ അനുമോളായിക്കോട്ടെ, സാബുൻ ചെയ്യുന്ന, സാബുൻ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ല, സാബുൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ കൂടെ നടക്കുന്നുണ്ട്. അതായത് ആരിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാബുൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ഇതിനിടയിൽ ആര്യന് ഓടണം, ആര് ഓടിയാലേ പറ്റുള്ളൂ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അവരാരും സമ്മതിക്കുന്നില്ല. അനുമോൾ ഇതിനിടയ്ക്ക് അവരെയൊക്കെ തന്ത്രപരമായിട്ട് ബാത്റൂമിൽ പോയി ഒന്നും സാധിക്കാനൊന്നും അല്ല, വെറുതെ ബാത്റൂമിലേക്ക് കയറിയിട്ട് തിരിച്ചു വന്നു. അപ്പൊ അവിടെയെല്ലാം മിക്കവർക്കും അത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അസൂയ അല്ലെങ്കിൽ കുശുമ്പ് എന്ന് പറയുന്ന ഈ പറയുന്ന നെവിനാണ്. നെവിൻ പല രീതിയിൽ എന്തൊക്കെ രഹസ്യങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുറപ്പയുടെ ഈർക്കിലെടുത്ത് അടിക്കുന്നുണ്ട്, അവിടെ തൂക്കുന്ന തുറപ്പയുടെ ഈർക്കിലെടുത്ത് അടിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ബാഗിലേക്ക് നിന്ന് പല രീതിയിലുള്ള ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അല്ലെ. എങ്ങനെയെങ്കിലും ആരൊക്കെ ക്യാപ്റ്റൻ ആയാലും എന്താണ് ഈ പറയുന്ന അനുമോള് ക്യാപ്റ്റൻ ആവരുത്. അതുപോലെ നമ്മുടെ പ്രമോയിൽ കണ്ടു, ഈ നെവിൻ പറയുന്നത് കേട്ട്, നിനക്ക് ഒരു യോഗ്യതയും ഇല്ല, ക്യാപ്റ്റൻ ആവാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നാണ് ഈ പറയുന്ന നെവിൻ പറയുന്നത്. നെവിൻ എന്ത് തേങ്ങയില യോഗ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത്. അതായത് നമ്മുടെ അവസാനത്തെ വീക്ക്ലി ടാസ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 3 പേര് തന്നെയാണ് ആ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തത്. താങ്കൾക്ക് അത് നെവിൻ എന്ത് തേങ്ങയാണ് അവിടെ ചെയ്തത്? നെവിൻ ഏത് ടാസ്കിലാണ് കളിച്ചിട്ടുള്ളത്? അതും കൂടി ഒന്ന് പറയാം. തിന്നു പെരുത്തു അവിടെ അല്ലാതെ വേറെ എന്ത് കോപ്പാണ് അവിടെ ചെയ്തിട്ടുള്ളത്? മോഷണം, തിന്നുക, തൂറുക, അവിടെ കിടക്കുക എന്നുള്ളതല്ലാതെ നെവിൻ എന്ത് തേങ്ങയാണ് ചെയ്തിട്ടുള്ളത്? പിന്നെ ഏതെങ്കിലും സ്പോൺസേർഡ് ടാസ്ക് വരുമ്പോൾ ഈ പറയുന്ന ഭാഗ്യം കൊണ്ട് ജയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തിന്നാൻ കിട്ടുന്ന എന്തെങ്കിലും ടാസ്ക് വരുമ്പോൾ അതും ഭാഗ്യം കൊണ്ട് ജയിച്ചതല്ലാതെ നെവിൻ എന്ത് തേങ്ങയാണ് അവിടെ ചെയ്തത്? നെവിനൊരു ക്യാരക്ടർ കിട്ടിയായിരുന്നല്ലോ, തനിക്ക് യോജിക്കുന്ന, തന്റെ സൈന സ്വഭാവവുമായി യോജിക്കുന്ന ഒരു ക്യാരക്ടറാണ് കിട്ടിയത്. അത് നന്നായിട്ട് താങ്കൾ ഉപയോഗിച്ചു. ഒരു ശതമാനമെങ്കിലും അതിന് നീതി പുലർത്തിയോ? ആ ഒരു പാട്ടിൽ മാത്രം കളിച്ചു എന്നല്ലാതെ അത് തിന്ന് ആ ബീൻ ബാഗിൽ കിടന്നതല്ല നീ എന്താ ചെയ്തത്? അപ്പൊ നിന്നേക്കാളും അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഇപ്പോൾ നിലവിലുള്ള ആരേക്കാളും യോഗ്യതയുണ്ട് ഈ പറയുന്ന 3 പേർക്കും. ഈ 3 പേരും തന്നെയാണ് അവിടെ കളിച്ചത്. അതുകൊണ്ട് നെവിൻ കൂടുതൽ ആളാവാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ എന്തായാലും നെവിൻ അത്രയ്ക്ക് കുശുമ്പും വൈരാഗ്യവും ഈ പറയുന്ന അനുമോളെടുത്തുണ്ട്. അത് ഇപ്പം ആര്യനുമുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും എന്താണ് ഈ പറയുന്ന അനുമോൾക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഈ പ്രമോയിൽ കണ്ടത്, പ്രമോയിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് 3 പേർക്കും ഉള്ളതാണ്. അതിന്റെ ഇടയിൽ 4മതൊരു പാർട്ടി കയറി വന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അപ്പോ അത് അനാവശ്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റാരുമല്ല, എങ്ങനെയെങ്കിലും അനുമോളെ പുറത്താക്കണം. ഇതാണ് അവന്റെ അജണ്ട. അന്ന് ലാസ്റ്റ് ടാസ്കിൽ കോയിൻ കൊടുത്തപ്പോഴും എന്താണ് അവിടെയും ഒരു ചതി കാണിച്ചുകൊണ്ട് 9 കോയിൻ ആര്യന് കൊടുത്തുകൊണ്ട് അനുമോളെ പുറത്താക്കി. അത് അവന്റെ ഗെയിം എന്നാണ് അവൻ പറഞ്ഞത്. ശരി, നല്ല ഗെയിം ആയിക്കോട്ടെ, പക്ഷെ അവിടെ ഗെയിം നിശ്ചയിക്കുന്നത് നീയോ കോയിനോ ഒന്നും അല്ല, പ്രേക്ഷകരാണ്. പ്രേക്ഷകർക്ക് ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഒരു വോട്ട് കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ടാസ്കിനിടയിൽ നെവിൻ വന്ന് ഇടപെടുന്നു. നെവിൻ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പാത്രം കഴുകി വെള്ളമൊക്കെ അനുമോളുടെ ദേഹത്തേക്ക് തെറിപ്പിക്കുന്നു. അതിനുശേഷം അവിടെ ഒരു കലബില ഉണ്ടാക്കി മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ മറിഞ്ഞു വീണത് ഫസ്റ്റ് പ്രമോയിൽ എനിക്ക് തോന്നിയത് അത് ആര്യനാണ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആര്യനാണ് എല്ലാവരും പിടിച്ചു തള്ളുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സീൻ എത്തിയില്ല. ആ സീൻ എത്തുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ആര്യൻ അത് ചെയ്യും. ആര്യൻ ഒരു ചെറിയ വെട്ടിലാണ് ഈ അനുമോള് പറയും പോലെ ചെറിയ വെട്ടിൽ കണക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ പലപ്പോഴായിട്ട് ഈ അനാവശ്യമായിട്ട് അനുമോളുടെ ദേഹത്ത് തൊടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് അനുമോൾ പല പ്രാവശ്യം പറഞ്ഞു, എന്റെ ദേഹത്ത് കൺസെന്റ് ഇല്ലാതെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അനുമോൾ പലവട്ടം പറയുമ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു. അവൻ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അത് അനുമോളുടെ ദേഹത്തല്ല, എല്ലാ പെൺകുട്ടികളുടെ ദേഹത്തും അവ അനാവശ്യമായിട്ട് തൊടുന്നുണ്ട്. അപ്പോ എല്ലാവരും ജിസേലിനെ പോലെ ആയിരിക്കണമെന്നില്ല ആര്യന്. അപ്പൊ അവർക്ക് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യരുത്. അവൻ പലപ്പോഴായിട്ട് ഈ പ്രത്യേകിച്ച് അനുമോളെ
അത് മറ്റൊരു രീതിയിലെന്നല്ല ഞാൻ പറയുന്നത്, ഒരുമാതിരി തോണ്ടൽ, ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ഒരു കോഞ്ഞാടി എന്നൊക്കെ നമ്മളിവിടെ പറയും. അതായത് അങ്ങോട്ട് പോകുമ്പോൾ തലയിൽ ഒരു കൊട്ട്, ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് അടി, മനസ്സിലായി? ആ ഒരു രീതിയിലായിട്ട് കാണുന്നത്. അപ്പം ഈ പറയുന്ന അനുമോൾ എന്ത് ചെയ്തു, നമ്മുടെ ക്യാപ്റ്റനായ ആദിലെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇവൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ആരായിരിക്കും ക്യാപ്റ്റൻസി ജയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സാബുമോനാവാം ക്യാപ്റ്റൻസി ജയിക്കാൻ ചാൻസ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതുവരെയായിട്ടും അത് കഴിഞ്ഞിട്ടില്ല. ആരെ ക്യാപ്റ്റൻ ആയെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു മനസ്സിരിപ്പ് പറയുന്നത് മിക്കവാറും സാബുമോൻ ആയിരിക്കാം ക്യാപ്റ്റൻ ആവുന്നത്. കാരണം സാബുമോൻ ഈ പറഞ്ഞ രണ്ടുപേർക്കും, അപ്പം നമ്മുടെ അനുമോൾ ആയിക്കോട്ടെ ആര്യനായിരിക്കും, രണ്ടുപേർക്കും സാബുമോൻ ആവുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾ പറയുകയും ചെയ്തു, ഞാൻ ആയില്ലെങ്കിലും കുഴപ്പമില്ല, നിന്നെ ആക്കാൻ ഞാൻ അനുവദിക്കില്ല, സാബുമോൻ ആയിക്കോട്ടെ എന്നുള്ളതാണ്. കാരണം ആര്യൻ അവന്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇറിറ്റേഷൻ ആർക്കാരും ഇറിറ്റേറ്റ് ആയി പോവും. അതിനൊക്കെ ഈ പറയുന്ന ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ പപ്പുമോനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും അവന്റെ കള്ളങ്ങളൊക്കെ മറച്ചു വെക്കുകയും അവനൊരു പുന്നാര മകനായിട്ട് അവിടെ ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഈ പറയുന്ന ഡബിൾ മീനിങ്, അവൻ ഈ പറയുന്ന അടൽസൊള്ളി കമന്റുകൾ അതൊന്നും ആരും കാണുന്നില്ല. അതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലവരെ പെൺകുട്ടികളുടെ ശരീരത്ത് മൂട്ടിലടിക്കാം, അവിടെ അടിക്കാം, ഇവിടെ അടിക്കാം, അനാവശ്യ ടോക്കുകൾ പറയാം, സെക്ഷൽ ടോക്കുകൾ പറയാം, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താം. ഇതൊക്കെ അവിടെയുള്ള പെൺകുട്ടികളൊക്കെ കേട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. പലവര് അവൻ വന്ന് ഡേ 1 മുതൽ സരിക തുടങ്ങി വെച്ച ഇവന്റെ ഈ ഡബിൾ മീനിങ്ങും ഈ അനാവശ്യമായ തുടലൊക്കെ പലരും പരാതികൾ പറഞ്ഞിരുന്നു. അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇതുവരെയായിട്ടും ആരും എടുത്തിട്ടില്ല. ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്, അവൻ ഭയങ്കര ഡബിൾ മീനിങ് ആണ്, ഞാൻ അവന്റെ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞാണ് ഞാൻ അവനെ വിരട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതാരും ഈ പറയുന്ന ലാലേട്ടൻ ഉൾപ്പെടെ അതൊന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും ഒന്ന് കൈ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ് ലാലേട്ടന്. പക്ഷെ ഇതുപോലുള്ള സെക്ഷൽ ടോക്ക് അല്ലെങ്കിൽ ഈകത്തെ തുളുമ്പുന്ന സംസാരങ്ങളൊക്കെ ചെയ്യുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. അത് പപ്പുമോൻ കൊച്ചുമോനാണ്, പിന്നീട് 10-23 വയസ്സേ ഉള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, അതുമല്ല ഇന്ന് ബാത്റൂമിൽ പോയപ്പോ നീ പോയി ഇവൻ കുളിച്ചില്ല രാവിലെ. അപ്പോ അക്ബർ ആരോ പറഞ്ഞ് ഇവൻ ആരും ഇന്ന് കുളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നതിന് പോയി കുളിയുടെ മാറിയിട്ട് വയ്യെന്ന് പറയുമ്പോൾ നീ വരുമോ, നീ വന്ന് എന്റെ അടുത്ത് ഇരിക്കുമോ, നീയും കൂടി വരുന്നു, അവിടെ ഒരു ഡബിൾ മീൻ, നീയും കൂടി എന്റെ അടുത്ത് വന്നിരിക്കുക, എന്റെ കുളിസീന് കാണണോ നിനക്ക് എന്നുള്ള രീതിയിൽ ആരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് കൊടുക്കുന്ന മറുപടി ഇങ്ങനെ, എന്റെ കുളിസീന് കാണുന്നതും 28 ഒരു കൊച്ചിന്റെ 28 കാണുന്നതും ഒരുപോലെയാണ് എന്ന് തിരിച്ചടിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നടക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായാലും എനിക്ക് സാബുമോനായിരിക്കാം ഏട്ടത്തെ ക്യാപ്റ്റൻ ആവുന്നത് എന്നുള്ളതാണ്. ഡിസർവ് അല്ലെന്ന് വെച്ചാൽ ഡിസർവ് തന്നെ. അപ്പം വെച്ചാൽ ആ ടാസ്കിൽ അവൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവൻ ഡിസർവ് അല്ല എന്നൊന്നും പറയാം. ഇത് പറഞ്ഞില്ല, ഇത് 2 ടാസ്ക് ആണ്, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ടാസ്ക് ആണ്. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടല്ലാതെ ആരും കൈവിടാൻ ചാൻസ് ഇല്ല. പിന്നെ ആദ്യമൊക്കെ ഇപ്പോഴേ കൈ പ്രശ്നമായി തുടങ്ങി. അത് ആണുങ്ങൾക്ക് പൊതുവെ ഇങ്ങനെ ഒരു കുറെ സമയം കൊണ്ടുപോകുന്ന ടാസ്കിനെ ആണുങ്ങൾ ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. അത് മിക്കവാറൊക്കെ പെണ്ണുങ്ങളായിരിക്കും ജയിക്കുന്നത്. കാരണം അവർക്ക് സഹനശക്തി കുറച്ച് കൂടുതലാണ്. കൂടുതൽ വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ വെയിറ്റ് കൂടുതൽ സമയം കൊണ്ടു കിടക്കാൻ പെണ്ണുങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ കൊച്ചുങ്ങളെയൊക്കെ ഈ പെൺകുട്ടികൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്, എത്ര നേരം വേണമെങ്കിലും ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ നമുക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ടാസ്ക് സാബുമോൻ ജയിക്കാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.